കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജ്വാല പകരുന്നത് യേശുവിന്റെ തിരുഹൃദയം. മാർപ്പാപ്പ 2027 ആഗോള യുവജന സമ്മേളനത്തിന്റെ പേട്രൺ സെയിൻസിനെ പ്രഖ്യാപിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ ഭീകരൻ എന്ന് വിശേഷിപ്പിച്ച യൂട്യൂബർ അറസ്റ്റിൽ. വിശുദ്ധ ജാനയുടെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ആദ്യ ദേവാലയം മരടിൽ കൂദാശ ചെയ്തു. ഇന്നു മുതൽ മരിയ ഭക്തർ മെയ് മാസ വണക്കത്തിലേക്ക്. വാർത്തകൾ വിശദമായി. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജ്വാല പകരുന്നത് യേശുവിന്റെ തിരുഹൃദയം. മാർപ്പാപ്പ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ജ്വാല പകരുന്നത് യേശുവിന്റെ തിരുഹൃദയമാണെന്ന് ലയോ 14 പാപ്പ. റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പുതിയതായി ആരംഭിക്കുന്ന ഹൃദയരോഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ ശില ആശീർവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. പുതിയ കേന്ദ്രത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഹൃദയത്തിന്റെ പ്രാധാന്യവും യേശുവിന്റെ തിരുഹൃദയത്തിന്റെ കൃപയും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ വ്യക്തമാക്കി. 2027 ആഗോള യുവജന സമ്മേളനത്തിന്റെ പേട്രൺ സെയിൻസിനെ പ്രഖ്യാപിച്ചു. 2027 സിയോളിൽ നടക്കുന്ന ആഗോള യുവജന സമ്മേളനത്തിന്റെ പേട്രൺ സെയിൻസായി വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ, വിശുദ്ധ ആൻഡ്രൂ കിം ടൈഗോൺ, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കാബ്രിനി, വിശുദ്ധ ജോസഫൈൻ ബക്കീത്ത, വിശുദ്ധ കാർലോ അക്വീറ്റസ് എന്നിവരെ തിരഞ്ഞെടുത്തു. ഏറെ നാളത്തെ ആലോചനയ്ക്കും ചർച്ചകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷമാണ് ഈ വിശുദ്ധരെ തിരഞ്ഞെടുത്തത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ ഭീകരൻ എന്ന് വിശേഷിപ്പിച്ച യൂട്യൂബർ അറസ്റ്റിൽ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ ഭീകരൻ എന്ന് വിശേഷിപ്പിച്ച യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിന്ദു സംഘടനയുടെ കൺവെൻഷനിൽ വെച്ചാണ് യൂട്യൂബറും ആക്ടിവിസ്റ്റുമായ ഗൗതം കാട്ടാർ വിശുദ്ധനെ അധിക്ഷേപിച്ചത്. ഏപ്രിൽ 18 നടന്ന ഈ സംഭവത്തെ തുടർന്നുള്ള വിശ്വാസികളുടെ പ്രതിഷേധ ഫലമായി ഏപ്രിൽ 28 പോലീസ് ഗൗതമിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിശുദ്ധ ജാനയുടെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ആദ്യ ദേവാലയം മരടിൽ കൂദാശ ചെയ്തു. ജീവന്റെ മധ്യസ്ഥയായ വിശുദ്ധ ജാനയുടെ നാമത്തിലുള്ള ഏഷ്യയിലെ ആദ്യ ദേവാലയം മരടിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കൂദാശ ചെയ്തു. 2007 താൽക്കാലികമായി നിർമ്മിച്ച പള്ളിക്ക് പകരമായിട്ടാണ് പുതിയ ദേവാലയം. വിശുദ്ധ ജാനയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ച് നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പുതിയ ദേവാലയത്തിന്റെ കൂദാശയോടനുബന്ധിച്ച് തിരുനാളിന് കൊടിയേറി. ഇന്നു മുതൽ മരിയ ഭക്തർ മെയ് മാസ വണക്കത്തിലേക്ക്. ഇനിയുള്ള 31 ദിവസങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക വണക്കത്തിനായി നീക്കിവച്ചിരിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ പരിശുദ്ധ മറിയത്തിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമാണ് മെയ്. ആദിമസഭയുടെ കാലം മുതൽ തന്നെ മെയ് മാസത്തിൽ മാതാവിന്റെ തിരുനാൾ ആചരിച്ചിരുന്നു. എങ്കിലും 19 നൂറ്റാണ്ട് മുതൽക്കാണ് മെയ് മാസം മരിയൻ മാസമായി ആചരിച്ചു തുടങ്ങിയത്. കത്തോലിക്ക സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കഠിനമായ പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം മരിയൻ മാസാചരണം നടത്തുവാൻ മാർപ്പാപ്പമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല കുടുംബങ്ങളിലും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന മെയ് മാസ വണക്കം നമുക്ക് കഴിയുന്ന വിധത്തിൽ പുനരുജ്ജീവിപ്പിക്കുവാൻ ശ്രമിക്കാം. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.